ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ദൈവം കയീനോട് പറയുന്ന ഒരു വാക്യമാണ് നാം ഈ വായിച്ചു കേട്ടത്. കയീനും ഹാബേലും ദൈവസന്നിധിയിൽ ഒരു വഴിപാട് അർപ്പിച്ചു. ദൈവം ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. എന്നാൽ കയീനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിന്റെ 4-ാം വാക്യത്തിൽ പറയുന്നു, ഹാബേൽ വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വഴിപാട് അർപ്പിച്ചത് കൊണ്ട് അവൻ നീതീകരിക്കപ്പെട്ടു, അവൻ നീതിമാനായിരുന്നു. അങ്ങനെ ഹാബേലിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചപ്പോൾ കയീൻ ഏറ്റവും കോപമുണ്ടായി. ആ കോപത്തിന്റെ അനന്തരഫലമായിട്ട് കയീൻ ഹാബേലിനെ കൊല്ലുകയാണ്. കയീൻ ഹാബേലിനെ കൊന്നപ്പോൾ ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം ദൈവസന്നിധിയിൽ നീതിക്കായി നിലവിളിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മനുഷ്യരാരും കാണുന്നില്ല, മനുഷ്യരാരും അത് അനുഭവിക്കുന്നില്ല. എന്നാൽ ദൈവം അത് അറിയുകയാണ്. അതുകൊണ്ടാ ദൈവം കയീനോട് പറഞ്ഞത്, നിന്റെ അനുജന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ മുഖാന്തരം നമ്മെ നിന്ദിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവർ നമ്മെ പരിഹസിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കാം, മറ്റുള്ളവർ നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരായിരിക്കാം. നാം പലപ്പോഴും കരയാറില്ലേ? നമ്മുടെ ജീവിതത്തിൽ കണ്ണുനീരിന്റെ അനുഭവം പലപ്പോഴും വരാറില്ലേ? മറ്റുള്ളവർ കുറ്റപ്പെടുത്തിയത് മൂലം, മറ്റുള്ളവർ പരിഹസിച്ചത് കൊണ്ട്, മറ്റുള്ളവർ നിന്ദിച്ചത് കൊണ്ട് നാം കരഞ്ഞിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടില്ലേ? അങ്ങനെയുള്ളവരോട് ഈ പകൽക്കാലം പറയുന്ന ഒരു കാര്യം ഇതാണ്: നിങ്ങളുടെ കണ്ണുനീരുകളെ അനുഗ്രഹമാക്കി തരുന്ന ഒരു ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കണ്ണുനീരുകളെ ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹന്നയുടെ പ്രതിയോഗി അവളെ നിന്ദിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിന്റെ അനന്തരഫലമായിട്ട് ഹന്ന ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തോട് നിലവിളിക്കുകയാണ്. ഹന്നയുടെ കണ്ണുനീർ ദൈവം കണ്ടു എന്നുള്ളത് നാം മറന്നു പോകുവാനായിട്ട് പാടില്ല. അനേകം പേർ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്റെ കണ്ണുനീരിന് ഒരു മാറ്റം വരുന്നില്ല, മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തുന്നു, എന്നെ നിന്ദിക്കുന്നു, എന്നെ പരിഹസിക്കുന്നു, എന്നെ മാറ്റി നിർത്തുന്നു. തീർച്ചയായിട്ടും നിങ്ങളെ കണ്ണുനീരുകളെ കാണുന്ന ഒരു ദൈവമുണ്ടെന്നുള്ളത് മറന്നു പോകരുത് മക്കളെ. നമ്മുടെ കണ്ണുനീരുകളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹാബേലിന്റെ രക്തത്തിന്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് ദൈവത്തോട് നിലവിളിച്ചുവെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് കരയുന്ന നിങ്ങളുടെ കണ്ണുനീരുകളെ കാണുന്ന ഒരു ദൈവം ഉണ്ട്. അതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതങ്ങൾ ഹാബേലിനെ പോലെ നീതീകരിക്കപ്പെട്ടതായി മാറണം. ദൈവസന്നിധിയിൽ നീതിമാനായി ജീവിക്കണം. അതിനായി ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.